ഹലോ ഗീത ഗൗതത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. അപ്പോൾ അങ്ങനെ അവർണിക ഗീതവും തമ്മിൽ കാണുന്നുണ്ട്. അവർണിക പറയും എന്താ കാര്യം എന്ന് ആദ്യം ഗീത ചോദിക്കും. അവർണിക പറയും എനിക്ക് എൻ്റെ കിച്ചുവിനെ വിട്ട് തരണം. അപ്പോൾ തെളിച്ച് പറയാൻ വേണ്ടി പറയും. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം, അവൻ്റെ കുഞ്ഞിൻ്റെ എന്താ പറയുക, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത് അവനെ വിട്ടു തരണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗീതു പറയും താൻ എന്താ ഈ പറയുന്നത്, വിട്ടു തരാനോ? ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടെങ്കിൽ അത് കിഷോറിനെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ സംസാരിക്കുമ്പം നമ്മുടെ ഗോവിന്ദ് കാറിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഗോവിന്ദ് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ നമ്മുടെ ഈ ബന്ധം, ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഈ തർക്കത്തിനിടയിൽ വന്നിട്ട് മതി നിർത്ത്, എനിക്ക് ഇവളെ വിശ്വാസമാണ്, എന്ത് പ്രൂഫാണ് നിൻ്റെ കയ്യിൽ, എന്ത് വിശദീകരണം തന്നാൽ എനിക്കുള്ള വിശ്വാസമാണ്, നിങ്ങൾ രണ്ടാളും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ ബന്ധം പോക്കാൻ വേണ്ടിയിട്ടാണ് കിഷോർ തന്നെയാണ് ഇങ്ങനൊരു പ്ലാൻ നടത്തിയത്. കിഷോർ എല്ലാ കഥകൾ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് ഇനി അവൻ ജീവിച്ചുകൂടാ, എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ്റെ മരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിഷോറിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോവിന്ദ് പോകും. എന്നിട്ട് ഇടിച്ച് വീഴ്ത്തും. എന്നിട്ട് എന്നെ തല്ലല്ലേ, ഞാനും ഗീതും തമ്മിൽ എപ്പോഴും ബന്ധമുണ്ട് ഇങ്ങനെ പറയും. അപ്പം എൻ്റെ ഭാര്യയെ വൃത്തികെട്ടവളാക്കി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞ് നടക്കുന്നോ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് സത്യം എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ കിഷോർ വീണ്ടും പറയും ഞാനും ഗീതവും തമ്മിൽ ബന്ധമുണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നല്ലോണം അവൻ തല്ല് കിട്ടും. സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ സ്വപ്നമായിരുന്നു. അവൻ രാത്രി കിടന്ന് സ്വപ്നം കാണാം. അപ്പോൾ സ്വപ്നത്തിലിരുന്നിട്ട് അയ്യോ എന്നെ തല്ലല്ലേ കയ്യും കാലിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ അവർണിക ഞെട്ടിയിട്ട് ഇതൊക്കെ കാണുന്നുമുണ്ട്. എന്നിട്ട് ഒരു ചവിട്ട് കിട്ടുമ്പോൾ കട്ടിൽ നിന്ന് നിലത്ത് വീഴും കിഷോർ. അങ്ങനെ ബോധം വന്നിട്ട് സ്വപ്നമാണെന്ന് അവൻ മനസ്സിലാക്കും. അവർണിക ബാക്കിൽ നിന്ന് പൊതിരെ തല്ല് കിട്ടിയല്ലേ, ആരുടെ കയ്യിൽ നിന്നും കിട്ടിയല്ലേ എന്ന് പറയും. അപ്പോൾ അത് പിന്നെ സ്വപ്നത്തിലാണെന്ന് കിഷോർ പറയും. അപ്പോൾ ഗോവിന്ദ് സാറിന് കയ്യിൽ നിന്ന് നല്ലോണം കിട്ടാനുള്ളൊരു വകുപ്പ് ഞാൻ കാണുന്നുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ കിഷോർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും സ്വപ്നം കണ്ടത് ഇടി കിട്ടുന്നതല്ല, AGMൻ്റെ ഫുൾ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് സ്വപ്നം കാണുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ രാവിലെയാകും. എന്നിട്ട് പിന്നെ ആ വെളിച്ചത്തെപ്പറ്റി നമ്മുടെ ഗോവിന്ദ് ഗീതോണ്ട് ഇങ്ങനെ വിവരിച്ചു കൊടുക്കും. ഒരു ദിവ്യപ്രകാശം, നല്ലൊരു കുളിരായിരുന്നു, സ്വർഗത്തിലേക്ക് എത്തിയ പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇത് പറയും. പക്ഷേ അത് പെട്ടെന്ന് പോയി കളഞ്ഞു, അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു ഇങ്ങനെ പറയും ആ വെളിച്ചം എന്നിലേക്കും പകർന്ന് കിട്ടി. പക്ഷേ ഗീതുവിന് ഇതറിയാലോ, എന്താ പറയുക, അവൾ ഫ്ലാഷ് അടിച്ചതാണെന്ന്. എന്നിട്ട് അതിനിടയ്ക്ക് ഓരോന്ന് പിറുപിറുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഫ്ലാഷ് അടിച്ച് വെക്കാൻ ഞാനെന്താ ലൈൻ പോയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആ പ്രകാശം എന്നിലേക്കും കിട്ടി, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും. എന്നിട്ടിങ്ങനെ ഇനി എൻ്റെ കണ്ണേട്ടപ്പോൾ സങ്കടപ്പെടുന്നുണ്ടല്ലോ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി എപ്പോഴും സന്തോഷമായിരിക്കും എന്നൊക്കെ പറയണം. നമ്മൾ ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണേട്ടനെ അവിടേക്ക് ഞാൻ എന്താ പറയുക, കണ്ണേട്ടനെയും ഞാൻ അവിടെ കൊണ്ടുപോകും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ 4 ദിവസത്തെ കണക്ക്? അപ്പോൾ അല്ല ആൻറ്റി, ഇന്നലെ വന്ന പ്രകാശം ഉണ്ടല്ലോ അതൊന്ന് വ്യാപിച്ചു വരാൻ വേണ്ടി 4 ദിവസം എടുക്കും എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയും. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഗീതു അങ്ങോട്ടേക്ക് പോകും. സംഭവം ധ്യാൻ വരാൻ ഒരു 4 ദിവസം എടുക്കുന്നതായിരിക്കും. എന്നിട്ട് പുറത്തെത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ ധ്യാൻ വരുന്ന കാര്യം ആരും അറിയണ്ട, വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നെഞ്ചിനെ പറ്റിയിട്ടുള്ള എല്ലാം മാറും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കാഞ്ചനി രേഖയും കൂടെ വരുന്നത്. അപ്പോൾ കാഞ്ചനി ഇന്നലെ പ്രേതത്തിനെ കണ്ടു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് ഇന്നലെ എന്തോ ഒരു തീക്കോളം കണ്ടു കാഞ്ചന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അത് കേൾക്കും. എന്നിട്ട് അതെപ്പോഴാണ് അങ്ങനെ രണ്ടാളും ഒരേ സമയം കണ്ടല്ലോ, എന്നിട്ട് കാഞ്ചന എപ്പോഴാണ് ആ ഒരു ലൈറ്റ് കണ്ടുകയും ചോദിക്കും. അപ്പോൾ ഒരു 5 മണി പറയും. അപ്പോൾ ഗീതു പിന്നെയും എന്താ പറയുക, സംശയം വരാതിരിക്കാൻ പറയും നമ്മളും കണ്ടത് അതേ സമയത്തല്ലേ കണ്ടേട്ടാ, അപ്പോൾ നമ്മൾ 3 കണ്ടു അല്ലേ, എന്നാലും അടച്ചിട്ട റൂമിൻ്റെ എങ്ങനെയാണ് പുറത്തേക്ക് എങ്ങനെയാണ് വെളിച്ചം വന്നതെന്ന് ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കും. അത് പിന്നെ ലൈറ്റാണല്ലോ, താക്കോൽ പഴുതിലൂടെയൊക്കെ വരാമെന്നിങ്ങനെ പറയും. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവസാനിക്കും. ഇങ്ങനെ ഗീതു പറയും ആ വെളിച്ചം രാധികാമ്മയുടെ തലയിലും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഭഗവാനെ, കുറച്ച് വെളിച്ചം കിട്ടി, ഇനി കുടുംബം രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ അത് അവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് ഭദ്രൻ നമ്മുടെ കിഷോറിനെ ഇങ്ങനെ വിളിച്ചിട്ട് 1 ലക്ഷം രൂപ ആണ് അവൻ കൊടുത്തത് പ്രതിഫലമായിട്ട്. അപ്പോൾ കൂടുതൽ പണം ചോദിക്കുകയാണ്, 1 കോടി രൂപ വേണമെന്ന് പറയുന്നത്. 1 ലക്ഷം നക്കാപ്പിച്ച തന്നിട്ട് എന്നെ ഒതുക്കാമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഭദ്രൻ പറയും. എന്നിട്ട് അത് വിലാസിന് കേൾക്കുകയും ചെയ്യും, കയ്യിൽ പൈസ ഉള്ളതൊക്കെ കാണുകയും ചെയ്യും. അപ്പോൾ കിഷോർ പറയും എനിക്കെന്നെ അവരാകെ ഓഫർ ചെയ്തത് 1 കോടിയാണ്, എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ തരും, അല്ല എന്നെ വെറുപ്പിക്കാനാണെങ്കിൽ താങ്കൾ വിവരം അറിയുമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഭദ്രം പറയും എന്നെ അധികം പേടിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ ആവശ്യപ്പെട്ട പണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഗോവിന്ദിൻ്റെയും ഗീതുവുടെയും മുന്നിൽ കുറ്റസമ്മതം നടത്തും, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കിഷോറാകെ ഞെട്ടും, ബാക്കിൽ പൈസയും പിടിച്ചിട്ടാണ് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വിലാസിനെ ഇതൊക്കെ കാണുകയും ചെയ്യും, ഇത്രയും കാശ് എവിടെ നിന്നാ എന്നൊക്കെ പറയും.
അപ്പോൾ കിഷോർ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ അവർണിക വന്ന് നിന്നിട്ടുണ്ടാകും. പക്ഷേ അവളൊന്നും ഒന്നും കേട്ടില്ല. അപ്പോൾ അവർണിക വന്നത് കണ്ട ഉടനെ തന്നെ അവനിങ്ങനെ സംശയം തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ അവർണികയ്ക്ക് ഫീലാവും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് ഇപ്പുറത്ത് വിലാസിനി ആ പൈസക്ക് ചോദിക്കും. കാരണം 50,000 രൂപ വേണം ടെസ്റ്റിനൊക്കെ എന്ന് പറയും. ഭദ്രം കൊടുക്കില്ല, വെറുതെ നീ കള്ളത്തരം പറയുകയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തലവേദന വിശ്വാസം ഇല്ലല്ലേ? ഇല്ല എന്ന് പറയും. എന്നിട്ട് തലപൊട്ടി തെറിച്ചു മനുഷ്യന്നൊക്കെ പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, വയസ്സുകാലത്ത് നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറയും വിലാസിനി. അത് കുഴപ്പമില്ല, ഞാൻ വേറെ കെട്ടിക്കോളാം എന്ന് പറയും. ഇപ്പം പൈസ ഉണ്ടെങ്കിൽ തലവേദന ഇല്ലാത്ത നല്ല ചുള്ള കൊച്ചു പെമ്പിളേറെ കിട്ടും എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഭദ്രൻ അങ്ങോട്ടേക്ക് എണീച്ച് പോവും. അതുവഴി തന്നെ നമ്മുടെ പ്രിയ വരും. എന്നിട്ട് അടുക്കളയിൽ എന്താ തിരിഞ്ഞു നോക്കാത്ത കുറേ പണിയുണ്ടെന്ന് പറയും. അപ്പോൾ വിലാസിനി പറയും എനിക്ക് വയ്യാത്തോണ്ടാ മോളെ എന്ന് പറയും. അപ്പം അമ്മ ഇങ്ങനെ ഓരോരോ നമ്പർ ഇറക്കുന്നു, എനിക്കറിയാം പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, വന്നാട്ടെ എന്ന് പറയും. ആരും വിലാസിനി വിശ്വസിക്കില്ല. അതന്നെ സംഭവം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.